കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടുകൂടെ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ കർത്താവിൽ ശരണപ്പെട്ട് ആഗ്രഹിക്കുകയാണ്. ലൂക്കോസ് വിശേഷം 5-ാം അധ്യായം 3-ാമത് വാക്യം. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. ഇവിടെ നമ്മൾ വായിക്കുന്നത് ശീമോൻ പത്രോസിന്റെ തെരഞ്ഞെടുപ്പാണ്. കർത്താവ് എങ്ങനെയാണ് അവനെ തെരഞ്ഞെടുത്തതെന്ന് നമ്മൾ വായിപ്പാൻ തക്കവണ്ണം ഇവിടെ വരുന്നുണ്ട്. നമുക്കറിയാം, ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിലേക്ക് യേശു കർത്താവ് കടന്നു ചെല്ലുന്ന സമയത്ത് യേശുവിൽ നിന്ന് വചനം കേൾക്കാൻ വേണ്ടി പുരുഷാരം തിക്കിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് അത് സ്തോത്രം ഒരു രാത്രി മുഴുവനും അധ്വാനിച്ച് 2 പടക് സ്തോത്രം കരയ്ക്കടുത്തിരുന്ന അതിൻ്റെ അകത്തുള്ള വ്യക്തികൾ വല കഴുകി ഒതുക്കി സ്തോത്രം തിരികെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ആ 2 പടകുകളിൽ ഒന്ന് ആരുടെ പടക്? ശീമോനുള്ളതായ പടകിൽ യേശു കയറുകയാണ്. സ്തോത്രം. എന്തായിരുന്നു ആ തെരഞ്ഞെടുപ്പിന്റെ ധ്യാനം? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളൊക്കെ ദൈവം തെരഞ്ഞെടുത്തോണ്ട് നമുക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റുന്നത്. മനുഷ്യന്റെ വിളിയല്ല നമ്മുടെ മേൽ കിടക്കും ദൈവത്തിന്റെ വിളിയാണ്. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ഒരു പക്ഷേ കർത്തൃവേലക്കാരായിട്ട് അനേക ദൈവദാസന്മാർ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോടും കൂടെയുള്ള ദൈവത്തിന്റെ ദൂതാണ്. നമ്മൾ ഒന്നിനെയും കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. സ്തോത്രം. ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുന്ന ഞാൻ ഉൾപ്പെടെ പലപ്പോഴും ഇതിനോട് ബന്ധപ്പെട്ട് ശുശ്രൂഷകൾ ആഗ്രഹിച്ച് നമ്മൾ ഇറങ്ങി വന്നതല്ല ഇത്. സ്തോത്രം. നമ്മളൊന്നും ആഗ്രഹിച്ചവരല്ല. ഏകദേശം ആൾക്കാരും ഇത് ആഗ്രഹിച്ചവരല്ല ഇന്ന് ഇതിനകത്ത് നിൽക്കുന്നല്ലേ. ദൈവം നമ്മളെ വിളിച്ചത് കൊണ്ടാണ്, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ സ്തോത്രം, നമ്മൾ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നിന്റെ മേൽ കിടക്കുന്നത് സ്വർഗീയ വിളിയാണ്. സ്തോത്രം. നിന്റെ മേൽ കിടക്കുന്ന വിളി സ്വർഗീയമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരാളും നമ്മെ വിളിച്ചിട്ടില്ല. സ്തോത്രം. ഇവിടുത്തെ ശുശ്രൂഷകൾ പലതരത്തിലുള്ള മേഖലകളിലൂടെ നമ്മൾ കണക്ട് ചെയ്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നുവെങ്കിലും നമ്മുടെ വിളി ഉയരത്തിൽ നിന്നുള്ളതാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. സ്തോത്രം. എലിയാവെന്ന ദൈവമനുഷ്യനെ സംബന്ധിച്ച് വചനം പറയുന്നത് ഇങ്ങനെയാണ് അല്ലേ. സ്തോത്രം. തിശ്ബനായ എലിയ ഒരു അഡ്രസ്സും അവനെ കുറിച്ച് പറയുന്നില്ല. പകരം ആത്മാവിൽ നിറഞ്ഞ് ആഹാബിനോട് പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഴയും മഞ്ഞും ഉണ്ടാകത്തില്ലെന്ന് പറയുന്ന അധികാരം എവിടെ നിന്ന് അവനുണ്ടായെന്ന് ചോദിച്ചാൽ, ഒന്ന് ഞാൻ പറയും, ഏലിയാവിനെ വിളിച്ച ദൈവത്തെക്കുറിച്ച് ഏലിയാവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ആ ബോധ്യമാണ് ആഹാബ് എന്ന രാജാവിന്റെ മുമ്പിൽ ഭയപ്പെടാതെ ദൈവമേൽപ്പിച്ച ദൂത് കൈമാറുവാൻ ഏലിയാവിന് കഴിഞ്ഞ്. അങ്ങനെയെങ്കിൽ നമ്മുടെ മേൽ തിരഞ്ഞെടുപ്പ് കിടക്കുന്നത് ദൈവത്തിൻ്റെതാണ്. ദൈവം അതിനെ തിരഞ്ഞെടുത്തെങ്കിൽ അത് സ്തോത്രം നമ്മളെക്കാൾ ബുദ്ധിമാന്മാർ, ശക്തന്മാർ, കഴിവുള്ളവർ, ബലമുള്ളവർ, കുടുംബ മഹിമയുള്ള ശ്രേഷ്ഠന്മാർ കിടന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മളെ തിരഞ്ഞെടുത്തത്? സ്തോത്രം. കർത്താവിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ വെളിപ്പെട്ടു വന്നത്. മറ്റ് പടകുകൾ അവൻ ഉണ്ടായിരുന്നിട്ടും ശിമോൻ പത്രോസിന്റെ പടകിലേക്ക് യേശു കയറാൻ കാരണം അവനെ കർത്താവ് സ്നേഹിച്ചു എന്നുള്ളതാണ്. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. അത് നിന്റെ മേൽ കിടക്കുന്ന ദൈവിക തെരഞ്ഞെടുപ്പാണ്. അത് മനുഷ്യൻ്റെതല്ല. മനുഷ്യന് മായം കലർത്താനുള്ള തെരഞ്ഞെടുപ്പല്ല, വിളിയല്ല നമ്മുടെ മേൽ കിടക്കുന്നത്. നമ്മുടെ മേൽ കിടക്കുന്നത് ദൈവത്തിന്റെ വിളിയാണ്. അതുകൊണ്ട് ദൈവത്തിനെ ആശ്രയിച്ച്, ദൈവത്തിന്റെ ആ തെരഞ്ഞെടുപ്പിൽ വിശ്വസിച്ച്, ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ദൈവനിയോഗ പ്രകാരമുള്ള നമ്മുടെ പ്രവർത്തികൾ ചെയ്ത് മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചിറകടിയിൽ ഞങ്ങളെ മറയ്ക്കണം. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.